ചികിത്സാ പിഴവിനെ തുടർന്ന് രോഗി മരിച്ച സംഭവത്തിൽ മൃതദേഹവുമായി ആശുപത്രിക്ക് മുന്നിൽ പ്രതിഷേധമുണ്ട്. അനിൽ ജോർജ് ഉണ്ട് വിവരങ്ങളുമായി. അനിൽ, പ്രതിഷേധം ഇപ്പോഴും തുടരുകയാണോ? പ്രതിഷേധം രാജഗിരി ആശുപത്രിക്ക് മുമ്പിൽ വിവിധ സംഘടനകളൊക്കെ പ്രതിഷേധവുമായി എത്തിയിട്ടുണ്ട്. അല്പസമയം മുമ്പ് PDPയുടെ പ്രവർത്തകർ ഇവിടെ പ്രതിഷേധവുമായി എത്തി. ഇപ്പോൾ ഈ മരിച്ച ബിജുവിന്റെ അടുത്ത ബന്ധുക്കളടക്കമുള്ള ആളുകളാണ് ഇപ്പോൾ ആശുപത്രിക്ക് മുമ്പിൽ വലിയ തോതിൽ പ്രതിഷേധം ഉയർത്തുന്നത്. 6 മണിയോടുകൂടി ബിജുവിന്റെ മൃതദേഹം ഇപ്പോൾ പോസ്റ്റ്മോർട്ടം നടപടികൾക്ക് ശേഷം എറണാകുളം സഹകരണ മെഡിക്കൽ കോളേജിലുള്ള ബിജുവിന്റെ മൃതദേഹം രാജഗിരി ഹോസ്പിറ്റലിന്റെ വാതിക്കലേക്ക് എത്തിക്കും. ഈ പ്രതിഷേധം നടക്കുന്ന ഈ ചെറിയ ഈ പന്തലിന് മുമ്പിൽ മൃതദേഹം വെച്ചതിന് ശേഷം റോഡടക്കം ഉപരോധിക്കും എന്നാണ് ഇവർ പറയുകയും ചെയ്യുന്നത്. വലിയ തോതിലുള്ള പോലീസ് സന്നാഹമടക്കം ഇവിടെയുണ്ട്. ബിജുവിന്റെ സഹോദരനടക്കമുള്ള ആളുകൾ ഇവിടെ ഈ പ്രതിഷേധത്തിൽ പങ്കെടുക്കുകയും ചെയ്യുന്നുണ്ട്. വലിയ ഒരു വൈകാരികമായ ഒരു സമയം കൂടിയാണ് ഇവിടെയുള്ളത്. ഈ പ്രതിഷേധങ്ങൾക്കൊക്കെ നേതൃത്വം നൽകുന്ന ആളുകൾ നമ്മോടൊപ്പം ഉണ്ട്. ആശുപത്രി അധികൃതരുടെ ഭാഗത്തുനിന്ന് എന്തെങ്കിലും മറുപടി കാര്യങ്ങളുണ്ടോ? യാതൊരു നടപടിയും ആശുപത്രിയുടെ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടില്ല. അവരുടെ ഭാഗം ന്യായീകരിക്കാൻ വേണ്ടിയുള്ള തീരുമാനം മാത്രമാണ് അവർക്കുണ്ടായത്. കാരണം ഓപ്പറേഷൻ ചെയ്ത രോഗിയെ റൂമിൽ കൊണ്ടുവന്നതിന് ശേഷം ആ രോഗിക്ക് മറ്റേ നെഞ്ചിന് വയറിന് വേദനയും വയറ് വീർക്കുകയും ചെയ്തപ്പോൾ ഹോസ്പിറ്റലുകാരെ അറിയിച്ചിട്ട് അവർ യാതൊരു നടപടി ഗ്യാസ്ട്രോനെ ഡോക്ടറെ വിളിച്ചു വരുത്തി അതിനുള്ള മരുന്ന് മാത്രം കൊടുക്കുകയും ആ സമയത്ത് CT സ്കാൻ എടുത്തിരുന്നുവെങ്കിൽ ഈ രോഗി രക്ഷപ്പെടുമായിരുന്നു. അതിന് ഇവിടുത്തെ രാജഗിരി ഹോസ്പിറ്റലുകാർ പറയുന്ന ഓപ്പറേഷൻ കഴിഞ്ഞ് 24 മണിക്കൂർ യാതൊരു കുഴപ്പമില്ലെന്ന് പറഞ്ഞാൽ ആ ബിജുവിനോട് ഞങ്ങളുടെ മരിച്ചുപോയ ബിജുവിനോട് കാണിക്കുന്ന വീണ്ടും ഏറ്റവും വലിയ ക്രൂരതയാണ് രാജഗിരി ഹോസ്പിറ്റലുകാർ കാണിക്കുന്നത്. എത്രയോ രോഗികളോട് ഇവർ ഈ ക്രൂരത തന്നെയാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇനിയും ഇവർ ഇത് തന്നെ ചെയ്യും. അതിന്റെ പ്രതിഷേധം ഞങ്ങളുടെ ഭാഗത്തുണ്ടാവും. ഇത്തരത്തിൽ വലിയ തോതിലുള്ള ഒരു പ്രതിഷേധം തന്നെയാണ്. ആശുപത്രി അധികൃതരുടെ ഭാഗത്തു നിന്ന് യാതൊരു തരത്തിലുള്ള മറുപടി ഉണ്ടാകുന്നില്ല എന്ന് പറയുന്നു. മരിച്ച ബിജുവിന്റെ സഹോദരൻ ഇവിടെയുണ്ട്. നമ്മളോട് പോസ്റ്റ്മോർട്ടം ചെയ്ത കേസുമായിട്ട് മുമ്പോട്ട് വയ്ക്കാനുള്ളതാണ് പറഞ്ഞിരിക്കുന്നത്. എന്താണ് ശരിക്കും സംഭവിച്ചത്? എന്താണ് കഴിഞ്ഞത്? ശസ്ത്രക്രിയയുടെ ഇടയ്ക്ക് അവർക്കൊരു പ്രധാന ഞരമ്പ് കട്ടായെന്നാണ് ഡോക്ടർ പറഞ്ഞത്. പ്രധാന വെയിൻ കട്ടായിട്ടുണ്ട്. അതുകൊണ്ട് ബ്ലീഡിംഗ് ഉണ്ടായി. അത് കോംപ്ലിക്കേഷൻ ഉണ്ടായതാണ്. ഫസ്റ്റ് സർജറിയുടെ ഇടയിൽ സംഭവിച്ചതെന്നാണ് ഡോക്ടർ പറഞ്ഞത്. അതിനുശേഷം 24 മണിക്കൂർ ശേഷമാണ് CT സ്കാൻ എടുത്ത് നോക്കുന്നത്. തലേദിവസം രാത്രി തന്നെ CT സ്കാൻ എടുത്ത് നോക്കിയാൽ ഇത് ഒന്നും സംഭവിക്കില്ലായിരുന്നു. ബിജുവിന് ആരൊക്കെയാണുള്ളത്? ബിജുവിന് ഭാര്യയും 2 മക്കളുണ്ട്. പഠിക്കുന്ന 2 കുട്ടികൾ. ബിജുവിന്റെ മക്കൾ 2 കുഞ്ഞുങ്ങളാണ്. ഒരു മൂത്ത മോൻ ഡിഗ്രിക്ക് പഠിക്കുന്നു, മോള് 9ൽ പഠിക്കുന്നു. ബിജുവിന്റെ ഡിസ്കിന്റെ ഇടയിൽ ഞരമ്പ് ഒരു ബ്ലോക്കായിട്ട് കാലുവേദനയായിട്ടാണ് വന്നത്. വന്നു കഴിഞ്ഞ ശേഷമാണ് പറഞ്ഞ സർജറി ചെയ്യാന്ന് പറഞ്ഞു. വെള്ളിയാഴ്ച നമ്മളിവിടെ ഫസ്റ്റ് സർജറി ചെയ്തു. സർജറിക്ക് ശേഷമാണ് ഈ ബ്ലീഡിങ് ഉണ്ടായത്. വേദനയാന്ന് പറയുമ്പോൾ ഗ്യാസിന്റെ പ്രശ്നമാണെന്നാണ് പറഞ്ഞോളൂ. വേറെ ഒന്നും പറഞ്ഞില്ല. 24 മണിക്കൂറിന് ശേഷമാണ് CT സ്കാൻ ചെയ്യാനുള്ള തീരുമാനമുണ്ടത്. BP ഒന്ന് കുറഞ്ഞു വിട്ട ആള് വീണതിന് ശേഷമാണ് CT സ്കാൻ ചെയ്യാനായിട്ട് കൊണ്ടുപോയത്. 24 മണിക്കൂറിന് ശേഷമാണ്. അത് ആ CT സ്കാൻ അവർ അന്ന് രാത്രി തന്നെ ചെയ്തിരുന്നെങ്കിൽ എൻ്റെ ചേട്ടൻ ഒന്നും സംഭവിക്കില്ലായിരുന്നു. അതിനുശേഷം 2 ശസ്ത്രക്രിയ ചെയ്യേണ്ടി വന്നു. ഞരമ്പിന്റെ ബ്ലീഡിങ് നിർത്താനായിട്ട് സ്റ്റെൻഡ് ഇടേണ്ടി വന്നു. ഒന്ന് 2ാമത്തെ ദിവസം വയറിന്റെ പ്രഷർ കുറയ്ക്കാനായിട്ട് വയർ ഓപ്പൺ ചെയ്ത് വയ്ക്കേണ്ടി വന്നു. 4ാമത്തെ ദിവസം പറയുന്ന ആളും മരിച്ചെന്നാണ് നമ്മളോട് പറയുന്നത്. തികച്ചും ന്യായീകരിക്കാൻ പറ്റാത്ത ഒരു വലിയ വൈകാരികമായ ഒരു സാഹചര്യമാണ് ഇവിടെയുള്ളത്. അദ്ദേഹത്തിന്റെ സഹോദരനടക്കം അടുത്ത ബന്ധുക്കൾ അടക്കമുള്ളവർ ഇവിടെ ഈ പ്രതിഷേധത്തിന് മുമ്പിലേക്ക്, ഈ ആശുപത്രിയുടെ മുമ്പിലേക്ക് എത്തുകയും ചെയ്തിട്ടുണ്ട്. ബിജുവിന്റെ മൃതദേഹം പോസ്റ്റ്മോർട്ടം നടപടികൾ പൂർത്തിയായിട്ടുണ്ട്. അല്പസമയത്തിനകം തന്നെ അദ്ദേഹത്തിന്റെ മൃതദേഹം ഇവിടെ ഈ ആശുപത്രിക്ക് മുമ്പിൽ കൊണ്ടുവരും. ഇവിടെ പ്രതിഷേധം
സൂചകമായി ആ മൃതദേഹം ഇവിടെ വെച്ചുകൊണ്ട് പ്രതിഷേധം നടത്തും. അതിനുശേഷം മാത്രമേ അദ്ദേഹത്തിൻ്റെ സ്ഥലമായ ചോറ്റാനിക്കരയിലേക്ക് അദ്ദേഹത്തിൻ്റെ മൃതദേഹം കൊണ്ടുപോവുകയുള്ളൂ. ഒരു സാധു കുടുംബം, ഒരു കുടുംബം തന്നെ അനാഥമായിരിക്കുന്ന ഒരു സാഹചര്യം എന്ന് തന്നെയാണ് എല്ലാവരും വിശേഷിപ്പിക്കുകയും ചെയ്യുന്നത്. 2 ചെറിയ കുട്ടികളുള്ള ഒരു കുടുംബം ഒരു നടുവേദനയായി വൈകാരികവും ഒക്കെയാണ് ഇപ്പോഴത്തെ ആ ഒരു അവസ്ഥ അവിടെ നിന്നുള്ളത്.